കോഴിക്ക് മുലയൂട്ടെന്ന് പറയുന്നത് ശരിയാണോ സാറേ? ചങ്ങനാശ്ശേരിക്കാരെ, ഞാനൊരു കാര്യം പറയാം. ചങ്ങനാശ്ശേരി KSRTCയെ കുറിച്ച് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ. അതിൽ രസകരമായ ഒത്തിരി കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഈ ഊരാളുങ്കൽ നിർമ്മാണം തുടങ്ങിയോ? ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തുന്നു. അല്ല, ഈ കോഴിക്ക് മുലയൂട്ടെന്ന് പറയുന്നത് ശരിയാണോ സാറേ? ഈ കോഴിക്ക് മുല വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പം വർഷം 3.5 കഴിഞ്ഞു. അല്ല, ഈ കോഴിക്ക് മുല വന്നു എന്ന് പറയുന്നത് ഊരാളുങ്കലിനെ ഉദ്ദേശിച്ചിട്ടാണോ? ഗതാഗത മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും വന്ന് ബസ് ടെർമിനലിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതാണ്. എന്നിട്ട് വർഷങ്ങൾ കഴിയുന്നു, ഇപ്പോഴും ഈ പൊളിച്ച ബിൽഡിങ്ങും ഈ KSRTCയും അനാഥപ്രേതം പോലെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. CF തോമസ് സാറിൻ്റെ കാലത്ത് 5 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ട് ആ പണം എടുത്ത് ചെലവാക്കാൻ ഈ 3.5 വർഷവും കഴിഞ്ഞിട്ടും കഴിയാതെ വരുന്നു എന്നുള്ളത് പരിതാപകരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇങ്ങനെ KSRTC ബസ് സ്റ്റാൻഡ്. കേരളത്തിൽ ഇങ്ങനെ ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആളുകൾക്ക് നിൽക്കാനിടവില്ല, ഇരിക്കാനിടവില്ല, ബസ് കാണാനിടയില്ല, കയറാനിടയില്ല. അപ്പൊ വിജയലലി സാറേ, തെറ്റ് പറ്റിയെന്നാ തോന്നുന്നു കേട്ടോ. ഇവിടെ ബൈക്ക് തൊട്ട് കാക്കിക്ക് കുളിക്കാൻ വരെ സ്ഥലമുണ്ട് KSRTC സ്റ്റാൻഡിൽ. സാറിനെ കണ്ടു. ഇനി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് എന്താണാവോ പറയാനുള്ളത്? ഈ ചങ്ങനാശ്ശേരിയിലെ വികസന കാര്യങ്ങൾ ഇപ്പോൾ KSRTCയുടെ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ കൂടി ചങ്ങനാശ്ശേരി ബൈപ്പാസിൻ്റെ ചരിത്രം 40 വർഷത്തെ ചരിത്രമാണ്. അപ്പോൾ മുൻ MLA തുടങ്ങി വെച്ച വികസനം പൂർത്തീകരിക്കാൻ 40 വർഷമെടുത്തു. ഇന്ന് അദ്ദേഹം നമ്മുടെ പോയില്ല. അപ്പോൾ രാധാകൃഷ്ണൻ മേനോൻ സാറേ, ഈ ചങ്ങനാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ 40 വർഷം വേണം. അങ്ങനെയാണെങ്കിൽ ഈ 3.5 വർഷം ഒരു വർഷമാണ്. അദ്ദേഹം തുടങ്ങി വെച്ചു എന്ന് അവകാശപ്പെടുന്ന അതേ KSRTC ബസ് സ്റ്റാൻഡ് ഇന്നിപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ തുടർച്ചക്കാരനായി എത്തിയ MLAയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും എന്ന ആരംഭശൂരത്വം വിളംബരം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോൾ KSRTCയിലെത്തുന്ന യാത്രക്കാർ അവർ തെരുവിലായ അവസ്ഥയാണ്. അവിടെ ബസ് സ്റ്റാൻഡിലെത്തിയാൽ വെള്ളം കിട്ടാതെ ഒരു വെയിലത്ത് നിൽക്കേണ്ട ഗതികേടിൽ തണ്ണീർ പന്തലോ സാധാ വെയിറ്റിംഗ് ഷെഡോ ഏതൊക്കെയോ പല പേരിൽ അവിടെ ഉയരുന്നു, മറയുന്നു. ഇത് ചങ്ങനാശ്ശേരിയുടെ ഒരു ദുരന്തമായി മാറുന്നു എന്ന് ആശങ്കപ്പെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കോഴിക്ക് മുലയൂട്ടാണ് നടക്കുന്നതല്ലേ. അപ്പോൾ ഊരാളുങ്കൽ KSRTCയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് വരെ നമ്മളിവിടെയൊക്കെ കാണും കേട്ടോ.